പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദാവീദ് രാജാവ് അനേക സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്ക സങ്കീർത്തനങ്ങളിലും താൻ സ്ട്രെസ്സിൽ കൂടി ആങ്സൈറ്റി കൂടി ഒക്കെ പോകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവം അവന് പ്രത്യക്ഷനാകുകയും ചെയ്യുന്നു. അതായത് ദൈവം അവന് ഉത്തരമല്ലെന്നു. ദൈവത്തെ അവൻ അന്വേഷിക്കും, അവൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിനെല്ലാം ദൈവം അവന് ഉത്തരം കൊടുക്കും. അങ്ങനെയായിരുന്നു താൻ ഒരുമാതിരി എല്ലാ ആങ്സൈറ്റിയെയും അതിജീവിച്ചിരുന്നത്. നമ്മൾ സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എപ്പോഴെല്ലാം ദാവീദ് കരഞ്ഞപേക്ഷിച്ചു അപ്പോഴെല്ലാം ദൈവം അത് ശ്രദ്ധ വെച്ച് കേൾക്കുകയും അവന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത്. വി നീഡ് ടു ട്രസ്റ്റ് ദറ്റ് ഗോഡ് ലിസൺസ് ടു us when we pray or cry out to him. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 17 6 വാക്യം, Psalm 17 verse 6. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. പ്രൈസ് ഗോഡ്. ആഴത്തിൽ നമുക്കൊരു വിശ്വാസം വേണം. ഏത് പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോഴും നമ്മെ രക്ഷിക്കുന്ന വീരനായി ദൈവം നമുക്ക് ഉണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഭയത്തെയും നമ്മുടെ പല ആങ്സൈറ്റിയെയും ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ഡു യു വോണ്ട് ടു ബി എ ഡീപ്പ് പേഴ്സൺ? ആഴമുള്ള ഒരു വ്യക്തിയായിട്ട് ആയിരിക്കാൻ ദൈവത്തിൽ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഘനമുള്ള ഒരു വ്യക്തിയായിട്ട് ആയിരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, കാതലുള്ള ഒരു വ്യക്തിയായിട്ട് ആയിരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നാം ജീവിക്കുന്നത് ഒരു ഷാലോ സൊസൈറ്റിയിലാണ്. നാം തന്നെ പലപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് തന്നെ നാശം വിതയ്ക്കുന്നവരായിട്ട് തീരാറുണ്ടോ? നമുക്കാർക്കും കൂടുതൽ റിച്ച് ആണെന്നോ കൂടുതൽ സ്മാർട്ടാണെന്നോ ഒന്നും ആഗ്രഹമില്ല, ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് കുറേ പ്രീച്ചേഴ്സിൻ്റെ പ്രീച്ചിങ് കേൾക്കണമെന്നോ കുറേ പാട്ട് കേൾക്കണമെന്നോ അതോ നമ്മുടെ ടാലൻസ് നമുക്കെവിടെയെങ്കിലും പ്രദർശിപ്പിക്കണമെന്നോ എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ലോകത്തിൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ള വ്യക്തി ജീവിതങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ജീവിതം നയിക്കുന്ന കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ പറയട്ടെ, ആഴത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ആഴത്തിലുള്ള ചോദ്യങ്ങൾ നാം ദൈവത്തോട് ചോദിച്ചു എന്നിരിക്കും. ദൈവം അപ്പോൾ ഹി ആൻസേഴ്സ് us വെരി പ്രൊഫൗണ്ട്ലി. ആഴത്തിൽ അവൻ നമുക്ക് ഉത്തരവും തരും. അല്ലാതെ സൂപ്പർഫിഷ്യാലിറ്റി ഒന്നും നമ്മുടെ ജീവിതത്തിൽ നന്നല്ല ദൈവമക്കളെ. പഠിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട്, ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ഡീപ്പ് പീപ്പിൾ. ദൈവം നമുക്ക് എപ്പോഴും വളരാനുള്ള ഓപ്പർച്യൂണിറ്റി തരും. എബ്രായ ലേഖനം അനേക കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഒരു നങ്കൂരമാണ്. നമ്മുടെ ജീവിതത്തിന് ആഴമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഏതെങ്കിലും ഒരു നങ്കൂരമുണ്ടോ? ആരാ നമ്മുടെ നങ്കൂരം? ജീസസ് ക്രൈസ്റ്റ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ വിൽ പവറോ നമ്മുടെ ടാലൻറ്റോ നമ്മുടെ അറിവോ നമ്മുടെ പണമോ ഒന്നും നമ്മെ നന്മയിലേക്ക് നയിക്കത്തില്ല. എന്നാൽ യേശു കർത്താവ് നമ്മെ നന്മയിലേക്ക് കൊണ്ടുവരും, ധൈര്യത്തിലേക്ക് കൊണ്ടുവരും. സ്ട്രെസ് അവൻ എടുത്തു കളയും. അതാണ് ഗോസ്പലിൻ്റെ ഗുഡ് ന്യൂസ്. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവൻ
നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. നമ്മുടെ പാപമെല്ലാം നാം ഏറ്റുപറയുമ്പോൾ അവനത് ക്ഷമിച്ച് നമ്മെ നീതീകരിക്കും. നമുക്കവൻ ക്ഷമ തരും. അവനിൽ കൂടെ നമുക്ക് വളരെ ആഴത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കഴിയും. അനേകർക്ക് യേശുക്രിസ്തു നങ്കൂരമായിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയാൻ മേലാതായി പോകുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയം നാം എപ്പോഴും അവൻ്റെ മുമ്പിൽ പകരണം. പ്രൈസ് ഗോഡ്. നാം ദൈവത്തോട് സത്യസന്ധതയുള്ളവരായിരിക്കണം. അവൻ നമ്മുടെ ദുർഗമാണെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വേറൊരു കാര്യം, ഫീൽ ദ ഫീലിങ്സ്. അതായത് നമ്മുടെ ഫീലിങ്സ് നാം തുറന്നു പറയണം. സങ്കീർത്തനക്കാരനായ ദാവീദ് അനേക സ്ഥലങ്ങളിൽ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു എന്നൊക്കെ വളരെ പ്ലെയിനായിട്ട് പറയാറുണ്ട്. ഭയം വരുന്ന സമയത്തും താൻ എഴുതിയ സങ്കീർത്തനങ്ങൾ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ ദ ഇമോഷൻസ് യു ആർ ഫീലിംഗ്. എന്നാൽ അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സംഗതികളൊക്കെ മുന്നോട്ട് പ്രോസസ്സ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. വീണ്ടും 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 ചിന്തിച്ച് വറിയടിച്ചിട്ട് കാര്യമില്ല. ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ കുഞ്ഞെ നിനക്ക് കഴിയണം. നീ നിന്നോട് തന്നെ ചോദിക്കണം, ഈ സംഗതി എന്നെ സ്ട്രെസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും? ഏതൊക്കെ ചിന്തകളാണ് നിന്നെ അലട്ടുന്നത്? ക്യാൻ യു ജേർണൽ ദം? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം പറയാം. ജേർണലിങ് പലപ്പോഴും സംഗതികളെ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കും. തന്നെയുമല്ല, പിന്നീടൊരു ഭാരം വരുമ്പോൾ നമ്മൾ തന്നെ കുറിച്ചിട്ട് നമ്മുടെ ഡയറികളൊക്കെ എടുത്തുനിന്ന് വായിക്കുമ്പോൾ കർത്താവ് നടത്തിയ അത്ഭുതകരമായ വഴി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അനേക സമയങ്ങളിൽ സങ്കീർത്തനത്തിൽ കൂടി ദാവീദ് ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. കുഞ്ഞെ, നീ നിലവിളിച്ചത് ഏത് വിഷയത്തിനാണെന്ന് ഒന്ന് എഴുതിയിട്ടെ, ഉത്തരം കിട്ടിയതോ ഒന്ന് എഴുതിയിട്ടെ. പ്രൈസ് ഗോഡ്. ടെൽ ഗോഡ് ദാറ്റ് യു നീഡ് ഹിം. വളരെ ആശ്വാസം നമുക്ക് തരുന്ന പാട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തെ അന്വേഷിച്ചു, എൻ്റെ കൈ അവൻ്റെ മുമ്പിൽ മലർത്തിയിരുന്നു. ദൈവം എന്നെ ആശ്വസിപ്പിച്ചു, എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നൊക്കെ ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതുന്നുണ്ട്. ദാറ്റ്സ് ഇൻക്രെഡിബിൾ. ദൈവം നമ്മുടെ മനസ്സിനെ വീണ്ടെടുക്കും. നമ്മുടെ ജീവിതത്തെ അവൻ പുതുക്കും. ഇതെല്ലാം കർത്താവിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട്. പ്രൈസ് ഗോഡ്. നമുക്ക് തോന്നും ദൈവത്തിന് പെർഫെക്റ്റായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമുള്ളെന്ന്. നോ, ദറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ്. ദൈവം എന്തിനാ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? പാപികൾക്ക് രക്ഷ തരാനായിട്ടാണ്. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം ഈ ഡിവോഷൻ സ്റ്റഡി കേൾക്കുന്നവർ മനസ്സിലാക്കണമേ, ആങ്സൈറ്റി നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് തരുന്നൊരു സംഗതിയാണ്. നമ്മൾ യേശു കർത്താവിനെ നമ്മുടെ നങ്കൂരമായി കണ്ടു കഴിയുമ്പോൾ, അവനിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മെ വളർത്തും. പ്രൈസ് ഗോഡ്. നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന നമ്മുടെ സ്ട്രെസ്സസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് വിടുവാൻ, അതിനെ നാം വിട്ടുകളവാൻ തക്കവണ്ണം ഈ നങ്കൂരം നമ്മെ സഹായിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി ദൈവ പൈതലേ. ഞാൻ പറഞ്ഞല്ലോ, ആങ്സൈറ്റി സൈക്കോളജിക്കലുമാണ്, ഫിസിയോളജിക്കലുമാണ്. പക്ഷേ ഓർക്കണം, അതിനും ഒരു സ്പിരിച്വൽ റൂട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സമയം മുഴുവൻ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പോകാതെ, കുറേ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് തിന്ന് എക്സസൈസ് ചെയ്യാതെ ഒന്നും പോകരുത്. ഫുഡ് ഹാബിറ്റ്സൊക്കെ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കണം. എക്സസൈസ് ചെയ്യണം. ആവശ്യമുള്ള ഉറക്കം രാത്രിയിൽ നമുക്ക് കിട്ടിയിരിക്കണം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും.
ഗുഡ് കൗൺസിലിങ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും. ഒരു പ്രൊവേർബുണ്ട് ഇങ്ങനെ: ആങ്സൈറ്റി വെയ്സ് ഡൗൺ ദ ഹാർട്ട്, ബട്ട് എ കൈൻഡ് വേർഡ് ചിയേഴ്സ് ഇറ്റ് അപ്പ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദേവദാസന്മാർ കൗൺസിലിംഗ് തരാനായിട്ട് നമ്മെ സഹായിക്കും. ബൈബിൾ സ്റ്റഡിയിലൊക്കെ ഇൻവോൾവ് ചെയ്യണം. നമ്മെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നാം കണക്റ്റഡ് ആകണം. ദൈവമക്കളെ, ദൈവം നമ്മുടെ ദയ കാണിക്കുന്നവനാണ്. ഏത് സീസണിൽ കൂടെ നാം പോയാലും നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. എന്നാൽ നാം അനുവദിച്ചില്ലെങ്കിൽ, ദൈവത്തെ അനുവദിച്ചില്ലെങ്കിൽ, നമ്മൾ പിന്നെ ആങ്സൈറ്റി കൊണ്ട് നമ്മുടെ ഹൃദയം സ്റ്റഫ്ഡായിത്തീരും. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ നാം ജീവിക്കുന്ന ആരുടെയൊക്കെ നാം ജീവിക്കുന്നു, അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ മോശമാകുവാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. നിൻ്റെ നെഗറ്റിവിറ്റി, അങ്ങനത്തെ മൂഡുകൾ എല്ലാം കളയുക. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകയാൽ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാകയാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന റെസ്റ്റ് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തരത്തക്കവണ്ണം വചനത്തിൽ ആശ്രയിപ്പാനും നിന്നിൽ വിശ്വസിപ്പാനും തിരുവചന സത്യങ്ങളിൽ വിശ്വസിപ്പാനും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഈശ്വരൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ്